ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂർ നീണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്യുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത് 2.5 മണിക്കൂർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രമാണ് തന്നെ ചോദ്യം ചെയ്യാനുള്ള കാരണമെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണമെന്ന് അടൂർ പ്രകാശ്. SITയുടെ SP എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് എന്നോട് പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ പോയി അവർ ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ എല്ലാത്തിനും മറുപടി പറയുകയുണ്ടായി. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം മറ്റേ യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ, ഒന്ന് കൊടുക്ക്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടോ മൂന്നോ മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇന്നലെ ഞാൻ കാസർഗോഡ് വെച്ച് പറഞ്ഞല്ലോ. കേരള പോലീസ് തടി രക്ഷിക്കാനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KPCC പ്രസിഡന്റിനെ വരെ ചോദ്യം ചെയ്തേക്കുമെന്നും പലരും വായിൽ തോന്നിയത് വിളിച്ചു പറയുമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.